Hello guys and welcome back to another video of Innovative Dude. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ബിഗിനർ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഗൈസ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഗൈസ്. എന്തായാലും നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നവർക്ക് ആദ്യം തന്നെ നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ നല്ല പെർഫെക്ഷനോടെയോ കാര്യങ്ങളോടെയോ ഒന്നും ആയിരിക്കില്ല നമ്മൾ യൂട്യൂബിലോട്ട് വരുന്നത്. നമ്മൾ പല മിസ്റ്റേക്സ് നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ പല മിസ്റ്റേക്സും. അതിലുള്ള 3 മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ്, ഒരു 3 പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ട് വരുമ്പോൾ ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട മിസ്റ്റേക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവിടെ താഴെ തന്നെ ഒരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ നോട്ടിഫിക്കേഷനിലോട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഇപ്പോഴേ തന്നെ ലൈക്കും കൂടെ ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അവസാനം ആകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിസ്റ്റേക്ക്, നമ്മളെ യൂട്യൂബിൽ വരുന്ന ഒരു വ്യക്തി ആദ്യമായി ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വ്യൂസ് വർദ്ധിപ്പിക്കാറുണ്ട്. നമ്മൾ വ്യൂസ് ചാനൽ അല്ലെ വീഡിയോസിൻ്റെ വ്യൂസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഗൈസ്, ഇത് ഒരു ഉടായിപ്പ് ട്രിക്കാണ്. നിങ്ങൾ പലവരും ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്തിട്ടുള്ള ട്രിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ID യൂസ് ചെയ്ത് തന്നെ നമ്മളുടെ വീഡിയോസ് കണ്ട് നമ്മൾ വീഡിയോസിന് വ്യൂസ് കൂട്ടുന്നവർ പല പേരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വ്യൂസ് കൂടുമോ? വ്യൂസ് എന്തായാലും കൂടും ഗൈസ്. വ്യൂസ് കൂടാതെ ഒന്നും ഇരിക്കില്ല. പക്ഷേ ആ വ്യൂസ് ഒരിക്കലും യൂട്യൂബ് അംഗീകരിക്കുന്ന വ്യൂസ് ആയിരിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ വാച്ച് അവർ അംഗീകരിക്കുന്നതല്ല. അപ്പം എല്ലാവരും ഇതൊന്ന് മിസ്റ്റേക്കാണ്, ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. പലവരും ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ ID യൂസ് ചെയ്ത് തന്നെ നമ്മളുടെ വീഡിയോസ് കണ്ട് നമ്മളുടെ വീഡിയോസിന് വാച്ച് ടൈം കൂട്ടാം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചാനലിൽ വാച്ച് ടൈം കൂടില്ല. അതുപോലെ തന്നെ വ്യൂസ് മാത്രം വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വാച്ച് ടൈമോ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സോ വേറെ ഒന്നും കൂടുകയോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ മിസ്റ്റേക്ക് ഇനിയും ആവർത്തിക്കാതിരിക്കുക ഗായ്സ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ഒന്നും അല്ല, അത് ഞാനും ചെയ്യുന്നതാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മൾ എന്താണ് ആദ്യമായി ചെയ്യുന്നത്? നമ്മൾ ഉടനെ അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഇടും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന എന്തിനാണ്? നമുക്ക് വ്യൂസ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനുമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചെയ്യുന്ന മിസ്റ്റേക്ക് അല്ല, അത് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ ചാനലിനെ അത് വലുതായി അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ അത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വീഡിയോയിൽ ലിങ്ക് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെ ഒരു 200 പേരുടെ കാറ്റഗറിയിൽ, ഇപ്പോൾ 200 പേരുള്ള ഒരു ഗ്രൂപ്പിലോ കാര്യങ്ങളോ നിങ്ങളത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 20 പേര് മാത്രമായിരിക്കും നിങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആദ്യം മുതൽ അവസാനം വരെയുള്ള വ്യൂസ് കിട്ടുന്നു, അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. പക്ഷേ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീഡിയോ ഒരു 10 സെക്കൻഡ് കാണും. 10 സെക്കൻഡ് മാത്രമായിരിക്കും കാണുന്നത്. 10 സെക്കൻഡ് കണ്ടതിന് ശേഷം അവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. ഇല്ലാത്തവർ ലൈക്കും ചെയ്യില്ല, സബ്സ്ക്രൈബും ചെയ്യില്ല, അവർ പോകും. അപ്പം നിങ്ങൾക്ക് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വ്യൂസ് കൂടുമെന്ന് ഞാൻ പറയുന്നത്. വ്യൂസ് എന്തായാലും കൂടും, പക്ഷേ നിങ്ങൾക്ക് അവിടെ സബ്സ്ക്രൈബേഴ്സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ വാച്ച് ടൈമോ ഒന്നും വരുന്നില്ല. അവിടെ വേറൊരു നെഗറ്റീവ് പോയിന്റ് കൂടെ നിങ്ങളുടെ ചാനലിൽ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചാനൽ മുകളിലോട്ട് വരാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബർ അല്ലാത്തവരുടെ കയ്യിലേക്ക് സജഷൻ പോകുന്നത് കുറയും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് സജഷൻ പോകണമെങ്കിൽ ഓർഗാനിക് വ്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. എന്തെന്ന് വെച്ചാൽ, നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനിൽ കൂടെ സെർച്ച് ചെയ്യുമ്പം നിങ്ങളുടെ വീഡിയോ വന്ന് അവിടെ നിന്ന് ഒരാൾ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ചാനലിലോട്ട് വ്യൂസ് കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിശ്വാസമുള്ളവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാമെന്നുള്ളവരെ വിശ്വാസമുള്ളവരുടെ അടുത്ത് മാത്രം നിങ്ങളുടെ ചാനലിലെ ലിങ്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവരുടെ കയ്യിലേക്ക് നിങ്ങൾ ഒരിക്കലും ഫോർവേഡ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ അവർ 10 സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് അവർ പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലിൽ ഒരു നെഗറ്റീവ് പോയിന്റ് വീഴുന്നാൽ നിങ്ങളുടെ വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് സജഷൻ പോകുന്നത് കുറയും ഗൈസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെക്കൻഡ് ടിപ്പും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. നിങ്ങൾ എന്തായാലും ഈ മിസ്റ്റേക്ക് ഇനി ചെയ്യാതിരിക്കുക ഗായ്സ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് മിക്ക പേർക്കും അറിയാത്തതാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ യൂട്യൂബേഴ്സിന് മിക്ക പേർക്കും അറിയാത്തൊരു കാര്യമാണ്.
എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനലിലോട്ട് വ്യൂസും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരണമെങ്കിൽ ഒറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വ്യൂസും അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ ചാനലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ടാഗ് ആൻഡ് ടൈറ്റിൽ. അപ്പം നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലിലോട്ട് ടാഗ് ആൻഡ് ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മുടെ വീഡിയോസിന് ടാഗ് ആൻഡ് ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ടാഗ് ആൻഡ് ടൈറ്റിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ സെർച്ചബിൾ ആക്കാമെന്നുള്ളൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ചാനലിലെ ടൈറ്റിലും അതുപോലെ തന്നെ #ടാഗും കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും നിങ്ങൾക്ക് വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും വരുന്നതാണ്. ടൈറ്റിൽ കൊടുക്കുമ്പോൾ നല്ല പ്രൊഫഷണൽ ടൈറ്റിൽസ് തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മുൻപോട്ട് വരൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് പറയാനാ, ഹൗ ടു മേക്ക് എ ചിക്കൻ കറി എന്നുള്ളൊരു ടൈറ്റിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ടാഗിൽ പോയിട്ട് നമ്മൾ ചിക്കൻ കറി ഹൗ ടു മേക്ക് അല്ലെങ്കിൽ ചിക്കൻ കറി മേക്കിംഗ് അങ്ങനെയൊക്കെ ടാഗ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വീഡിയോ അതിൽ മുന്നോട്ട് വരും. എന്തായാലും എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുന്നത്, പല രീതിയിലായിരിക്കില്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ടാഗും ടൈറ്റിലും അതുപോലെ തന്നെ #ടാഗും നിങ്ങൾ കൊടുക്കുക. അപ്പം അത് കൊടുക്കാൻ അറിയില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് നിങ്ങളുടെ ചാനൽ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. ഗായ്സ്, അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഗായ്സ്, വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സിലുള്ള ടിപ്പും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയുള്ളൂ, ഒരു 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ എൻ്റെ ചാനലിൽ വീഡിയോസിന് വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന്. അതിൻ്റെ മെയിൻ പ്രശ്നവും കാര്യങ്ങളും ഞാൻ നോക്കിയപ്പം ഇതാണ് കാര്യം. ടൈറ്റിലുണ്ട്, പക്ഷേ #ടാഗോ അവൻ ചെയ്തിട്ടില്ല. അത് കാരണത്താൽ മാത്രമാണ് അവൻ്റെ ചാനലിലോട്ട് വ്യൂസ് വരാത്തത്. അപ്പം അവനോട് ഞാൻ പറയുകയാണ്, എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഈ വീഡിയോ കാണുന്നവരോട് പറയുകയാണ്, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ടൈറ്റിലും അതുപോലെ തന്നെ നല്ല ടാഗും നല്ലൊരു #ടാഗും കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി അതുപോലെ തന്നെ വീഡിയോൻ്റെ ക്വാളിറ്റിയും നല്ലൊരു ക്വാളിറ്റി ആയിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂസും അതുപോലെ തന്നെ വാച്ച് ടൈമും വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോഴേ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ നോട്ടിഫിക്കേഷനിലോട്ട് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരും. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡൂഡ് ആൻഡ് ബൈ.